ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ നല്ല കാറ്റും മഴയൊക്കെയാണ് കേട്ടോ. ഞാൻ എണീറ്റതേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചു നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന്. അച്ചാച്ചൻ ആവുകുട്ടിയൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ കറണ്ടാണെങ്കിൽ ഇങ്ങനെ വന്ന് പോയി വന്നും പോയൊക്കെ നിൽക്കുന്നു. അപ്പം ഞാൻ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് മുട്ട പുഴുങ്ങാനോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ചെടികളൊക്കെയാണ് കേട്ടോ. അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ. ഇത് ഫ്രണ്ടിൽ വെക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ ഭയങ്കര വെയിലായിരുന്നത്. അപ്പോൾ വെയിൽ കണ്ട് മാനം കൊള്ളുമ്പം ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇവിടെ വെച്ചത്. പക്ഷേ ഇവിടെ വെച്ച് ഇത് കണ്ട് അപ്പം ഇവിടുന്ന് മാറ്റാൻ തോന്നുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ, എന്താണെന്നറിയില്ല. അപ്പോൾ തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ രാവിലെ ഞാൻ പാല് മേടിക്കാൻ വേണ്ടി പോവാണ്. നേരത്തെ എന്ന് പറയുമ്പോൾ കുറച്ച് തുറന്നാൽ മതിയായിരുന്നു എനിക്ക് പോകാൻ വേണ്ടി മാത്രം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്കും കുടയ്ക്കും കൂടി പോകാനുള്ളത് തുറക്കേണ്ടത് കൊണ്ട് കുറച്ചേറെ തുറക്കണം കേട്ടോ. അപ്പോൾ രാവിലെ മഴയും പിടിച്ച് ഈ ഒരു പാലിന് പോക്ക് ഒരു സുഖമുള്ള കേസല്ല. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു എല്ലാ ദിവസവും സ്കൂളിലൊക്കെ 1-ാം തീയതി മുതൽ ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞു പോകുന്ന പിള്ളേർ, നമ്മൾ ഉൾപ്പെടെയുള്ളവരൊക്കെ പോയ ഒരു സമയത്ത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഈ രാവിലെ ജസ്റ്റ് ഒന്ന് പാല് മേടിക്കാൻ പോകുന്ന ആ സമയം പോലും എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഞാൻ മണ്ണ് ഇത് ചെടി വെച്ചപ്പം ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല മണ്ണ് വാരിയിട്ട് ഇവരുടെയൊക്കെ മണ്ണിൽ കളിക്കുന്നത് റെയർ ആയിട്ടുള്ള പരിപാടിയല്ലേ അല്ലേ? നമ്മളൊക്കെ മണ്ണിലൊക്കെ കളിച്ചല്ലേ. അയ്യോ മാങ്ങായെ പറ്റിച്ചല്ലേ. മാങ്ങ മണ്ണ് നോക്കി തിന്നുവാന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെ അമ്മ കഴുകി തരാം. കൊച്ചിന്റെ കാറൊന്ന് കാണിച്ചു കൊടുത്തേ എല്ലാരും. അവിടെ കാണിക്കും വീഡിയോയിൽ. അവിടെ ഇത് കരിയാപ്പ് ഫുള്ള് ഇങ്ങനെ ഇതാവാൻ തുടങ്ങി. ശിഖരങ്ങൾ അല്ലേ, ഫുള്ള് തളുത്തിട്ട് ശിഖരങ്ങൾ വരാൻ തുടങ്ങി. നമ്മളൊരു ചെടിച്ചട്ടിക്കകത്താണ് കേട്ടോ ഇതിനെ വെച്ചിരിക്കുന്നത്. ചേട്ടാ എനിക്ക് കൊണ്ടുവന്നത് കരിയാപ്പായിരുന്നു. ഇതിന് നമ്മൾ ഇല എടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇതിൻ്റെ അടിയിൽ നിന്ന് എടുക്കാൻ തോന്നുന്നില്ല, പക്ഷെ കറിക്കൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതേ കൂടെ ഒരുതരം പ്രാണിയുണ്ട് കേട്ടോ, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിയെടുത്തേന്ന്. അവിടെയാണ് നമ്മുടെ ചെടിത്തോട്ടം. പറിച്ച് ഇനിയും വേണാത്ത ചെടിച്ചട്ടി. വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല എന്ന് എല്ലാവരും പറയണേ കേട്ടോ. അപ്പോൾ അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊരു ജോലി ചെയ്യാൻ നിന്നാൽ അവർ കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഞാൻ അടിച്ചു വരുന്നതാണ്, എൻ്റെ നിന്ന് ചൂലും മേടിച്ചുകൊണ്ട് പോയി പോക്കാണ് കേട്ടോ. അങ്ങനെ ഇരട്ടി പണിയൊക്കെ ആക്കി തരും. അപ്പോഴാണ് അവൾ വീഡിയോ എടുക്കുന്നത് കണ്ടത്. പക്ഷേ എന്നാലും അതിലൊരു സന്തോഷമുണ്ട്, അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ടല്ലേ. നമ്മുടെ ഒരു ജോലിയും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തീരില്ല, ഒന്നും തീരില്ല. കാരണം ഇവർ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനിടയിൽ ഇവരുടെ ഓരോരോ കുരുത്തക്കേടുകൾ ഞാൻ പറഞ്ഞില്ലേ. ഞാൻ അടിച്ചു വരാൻ പോയ ചൂലെടുത്തുകൊണ്ട് പോകും, തുടയ്ക്കാൻ തന്നാൽ മോപ്പ് എടുത്തുകൊണ്ട് പോകും. എന്തിന് വന്നാലും ഞാൻ ചെയ്യാം, ഔട്ട് ചെയ്യാമെന്ന് അവൾ പറയട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ ഇത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഞാൻ എന്നാ മീൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ അറിയാതെ അതൊന്ന് കേട്ടു. അപ്പോൾ അച്ഛയുടെ കൂടെ മീൻ മേടിക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന നിപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അച്ഛനെ എവിടെയും വിടൂല. അതിന് വേണ്ടി അച്ഛനെ തടഞ്ഞു വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നത് ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ബാത്റൂമിൻ്റെ സ്റ്റെപ്പിൽ കയറി അവൾ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ബഹളമാണ്. അപ്പിക്കുണ്ടെന്ന് ഇനി ഒന്ന് അപ്പിച്ച് എനിക്കൊന്ന് അപ്പിച്ച് വേണ്ട. അയ്യോ ഓക്കെ അങ്ങനെ വിളിക്കുവേ. ഓക്കെ എന്താ അച്ഛൻ്റെ ഇടയിൽ കയറി വിളിച്ചിരുന്ന അച്ഛ കയറിയിരിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല. അച്ഛ എന്തി എന്തിയ മോനെ? അവിടെ ഒന്നുമില്ല, നോക്കി കണ്ടുപിടിക്ക്. അച്ഛൻ ഒളിച്ചു. കണ്ടില്ല. അച്ഛൻ ഒളിച്ചു പൊന്നാ. വാ ഇങ്ങോട്ട് വന്നേ. എടി ഇങ്ങോട്ട് വാ. എടി ഔട്ടി അവിടെ ഓടി ഇങ്ങോട്ട്. ചേച്ചി എന്തി
ഇനി പൊക്കോ പോയി കണ്ട് ആ ആ കണ്ട് ആ ഒളിക്ക അവിടെ ഇരിക്കുക അവിടെ കുഞ്ഞിരിക്കുക ആ ഒളിക്കാൻ പോവാണ് അവിടെ ഒളിച്ചേ ഈശപ്പ ഇതുണ്ട് 2 കാലയിലും 2 കളർ സോക്സ് ഇട്ട് നടക്കുന്ന ആവുറ്റി. ഇതെന്നാ ആവുറ്റി കാലിലിട്ടേക്കുന്നത്? സോക്സ്. അച്ഛ എവിടെയാ കൊച്ചു പോകുന്ന? മീമി മേടിക്കാനോ? അയ്യോ വീഴും. ഇങ്ങോട്ട് മാറാൻ, ഇങ്ങ് മാറിക്ക്. എങ്ങോട്ട്? എന്നത് ഉണ്ടോ അവിടെ? ഹലോ, അപ്പം നമ്മുടെ ചോറ് കഴിക്കലും പരിപാടികളും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള സാധനത്തിനിട്ട് പണിയാൻ പോവാണ്. ഇത്തിരി സമയം എടുക്കുന്ന ജോലിയാണ്, ഞാൻ കാണിച്ചു തരാം. ദാ ചക്ക. ദേ ഓപ്പോസിറ്റ് കാണുന്ന വീട്ടിൽ, ആ വീട്ടിൽ അവർ തന്നാണ് കേട്ടോ. അവിടെയാണ് ഒരു പ്ലാവുണ്ട്, അതിൽ കുറേ ചക്കയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പം അതായത് ശകലേ ഉള്ളൂ, ശകലം മേടിച്ചുള്ളൂ, ശകലം മതിയെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ 2 പേര് മാത്രമേ കഴിക്കാനുള്ളൂ. അപ്പോൾ അത് കാരണം മിച്ചം വന്ന് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മതിയെന്ന് പറഞ്ഞു. അവിടെ തുണിയൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്, സോറി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതിയെന്ന് പറഞ്ഞു. അപ്പം ആവുകുട്ടി ഉറങ്ങുവാണ്. ആവുകുട്ടിയുടെ കൂട്ടത്തിൽ അച്ചാച്ചന് പോയി കിടന്നു. കാരണം കട്ടിലേലാണ് കിടത്തേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇടി മുഴങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിലത്ത് കിടത്താനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് കട്ടിലേക്ക് കിടത്തി പോകണം. അപ്പോൾ കട്ടിലേക്ക് കിടക്കുമ്പം ഒരാൾ കൂടെ വേണം. കാരണം അവൾ എണീറ്റ് ചിലപ്പോൾ ഇറങ്ങി വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ കട്ടിലിനല്ല, ബെഡിന് ഭയങ്കര ഹൈറ്റാണ്. ഭയങ്കര ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ്. അപ്പോൾ അവൾക്കത് ഇറങ്ങി വരുമ്പോൾ ചിലപ്പം ഉറക്കപ്പിച്ചൊക്കെ ആയത് കാരണം ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അത് കാരണം ഞങ്ങൾ ആരെങ്കിലും കൂടെ കിടക്കും കേട്ടോ. കൂടെ കിടക്കുവാണെങ്കിൽ അത് മാത്രമല്ല, അവൾ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. 1-2 മണിക്കൂറൊക്കെ നന്നായിട്ട് ഉറങ്ങും. അല്ലെങ്കിലും ഉറക്കം തെളിയുമ്പോഴത്തേക്കും ഇങ്ങ് പോരും, കരഞ്ഞ് ബഹളം വയ്ക്കും. അപ്പോൾ ഇതാണെങ്കിൽ ചെറുതായിട്ടും തട്ടി കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് ഇനി ചക്കക്കിട്ട് പണിയാം. അപ്പോൾ ഞാൻ പൊസിഷൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ചക്കക്കിട്ടൊക്കെ പണിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പം എല്ലാവരും ഒത്തിരി കൺഗ്രാറ്റ്സും താങ്ക്സും കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ വീഡിയോ ഇടാത്ത എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2-3 പേര്. അപ്പം വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇറങ്ങാനേ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഹോസ്പിറ്റൽ കേസ് മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ, അതിൻ്റെ പുറകെ ഓട്ടം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ആ കുട്ടിക്ക് ഒരു ദിവസം ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു. നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ചെറുകടി എന്തോ വെളിയിൽ നിന്ന് മേടിച്ചു. നമുക്ക് നമ്മളൊന്നും പുറത്തുനിന്ന് കൊടുക്കാറില്ല. പക്ഷെ അന്ന് ചെറുകടി എല്ലാവരും മേടിച്ചു. അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, ചേട്ടായും അതിൽ കൂടെ അവരെല്ലാവരും ഉണ്ടായ സമയത്ത് പിള്ളേരെല്ലാവരും കൂടി കുറച്ച് കഴിച്ചു. അതാണോ വയറ്റി പിടിക്കാത്തതെന്ന് അറിയത്തില്ല, ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് അങ്ങ് വണ്ടി കൊണ്ട് നിർത്തിയെന്ന് അവളുടെ വൊമിറ്റിംഗ് പോയി. പിന്നെ എന്തായാലും വന്നതില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഡോക്ടറെ കണ്ടു, ജസ്റ്റ് മരുന്നൊക്കെ വാങ്ങിച്ചു. വൊമിറ്റിംഗ് കൊണ്ടേ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്നു. പിന്നെ വൊമിറ്റൊന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെയും കുറേയധികം പ്രശ്നങ്ങൾ, അതായത് നമ്മൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ, നമ്മൾ ഭയങ്കര സന്തോഷിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ആ കാര്യം എന്താ പറയുക, നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതെന്താണെന്ന് ഇപ്പോൾ പറയാൻ എനിക്കൊരു സാഹചര്യം ഇല്ല. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം അത് കുറച്ച് പേർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആവും തോന്നുന്നു. ആകെപ്പാടെ നമ്മൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. കരഞ്ഞു കൂവി നിലവിളിച്ച്. ഇന്നലെ രാവിലെ ഫുഡ് പോലും ആരും കഴിച്ചില്ല. ഫുഡ് ഉണ്ടാക്കി രാവിലെ ഫുഡ് ഉണ്ടാക്കി, പക്ഷേ ഞങ്ങളാരും കഴിച്ചിട്ടില്ല. കഴിക്കാതെയൊക്കെയാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. അത്രയും പ്രശ്നമായിരുന്നു കേട്ടോ. ഞാൻ ഈ വാലും തുമ്പും ഇല്ലാതെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, എന്നെ ചീത്ത വിളിക്കരുത്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറയും. പക്ഷേ ഒത്തിരി ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അത് പോയി, അതതിൻ്റെ വഴിക്ക് പോയി. അതങ്ങനെയൊക്കെയാണ് കേട്ടോ. ലൈഫല്ലേ, ലൈഫിൽ അങ്ങനെയൊക്കെയാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞ് വീഡിയോ എടുത്തതാണ്. പക്ഷേ ഫോൺ ഇച്ചിരി നീക്കി വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. പക്ഷേ അത് കാരണം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പോലും കേൾക്കാൻ പറ്റുന്നില്ല. ഇത് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ആ കുട്ടി ഉറങ്ങുവാണ്.
കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫാനൊന്നും ഇടാൻ പറ്റുന്നില്ലല്ലോ. ഫാൻ ഇടാൻ പറ്റാത്തത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാൻ ഇടുവാണെങ്കിൽ അവൾക്ക് ഹാളിലെ ഫാൻ അങ്ങ് ഇടുവാണെങ്കിൽ റൂമിലോട്ട് തണുപ്പും പോവില്ല, പക്ഷേ നല്ല സൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ വെളിയിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ആ സൗണ്ടൊന്നും അവളെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അവൾ നന്നായിട്ട് ഉറങ്ങിക്കോളൂ. പക്ഷേ ഇതെന്ന് പറയുമ്പം ഇപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫാൻ ഇടാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിച്ചത്. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചായിരുന്നു ആദ്യം. അതുകൊണ്ട് പക്ഷേ അത് സൗണ്ട് ഇല്ലാത്തത് കാരണം എനിക്കത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ പറയും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഞാൻ വീണ്ടും വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ചധികം കാര്യങ്ങളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നിങ്ങളെ വീഡിയോ, അതായത് ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന എന്താണ്, നമ്മൾ ഒരു ഡെയിലി ലൈഫിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അതൊക്കെ നമുക്ക് എടുക്കാനുള്ള. അപ്പോൾ അത് കണ്ട് ഇട്ടിട്ട് ഞാനും അതിലുപരി കണ്ട് നിങ്ങളും അല്ലാണ്ട് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം എനിക്കത് ഇടാനായിട്ട് എനിക്കൊരു വിഷമം തൊട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ്. ഇനിയിപ്പോൾ വെളിയിലോട്ട് ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല, മഴ പെയ്തു തുടങ്ങിയതുകൊണ്ട് മൊത്തത്തിലൊരു വിളിച്ചിലൊക്കെയാണ്. അപ്പോൾ ഇന്ന് നല്ല കാറ്റുണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ ഒരു കുറച്ച് നേരത്തേക്ക് ഇത്തിരി തെളിഞ്ഞു കിടപ്പുണ്ട്, പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എത്ര സമയമുണ്ടെന്ന്. കാരണം ഇന്നലെ ഞങ്ങൾ ഒരു ബ്ലാങ്കറ്റ്, ഭയങ്കര ഒരു ബ്ലാങ്കറ്റ് അലക്കി ഉണങ്ങി, അലക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അലക്കി ഡ്രയറിലിട്ട് ഉണങ്ങി വെള്ളം കളഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോമാറ്റിക് അല്ല, നമ്മുടെ സെമി ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതിനകത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാറ്റ് കൊണ്ടാൽ മതിയായിരുന്നു കേട്ടോ ഉണങ്ങി കിട്ടാനായിട്ട്. പക്ഷേ നല്ല തെളിഞ്ഞു കിടക്കുമായിരുന്നു. ടക്കേന്ന് മഴ പെയ്തു, നമ്മൾ അറിഞ്ഞില്ല. അത് കാരണം മൊത്തം നനഞ്ഞു. പിന്നെ ഇന്ന് വീണ്ടും അത് കഴിഞ്ഞ് പിന്നെ കറണ്ടേ വന്നിട്ടില്ല. വീണ്ടും ഡ്രയറിലിട്ട് ഉണക്കി എടുത്ത് വെച്ചു കേട്ടോ. ഇന്ന് എന്തായാലും ഉണങ്ങി കിട്ടി സംഭവം. അപ്പം രാവിലെ കറണ്ടില്ലായിരുന്നു. ഞാൻ എണീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3% ചാർജായിരുന്നു എൻ്റെ ഫോണിലുണ്ടായിരുന്നു കേട്ടോ. ആ 3% ചാർജോട് കൂടി ഓടിപ്പടച്ച് എണീറ്റ് വന്ന് പല്ല് പോലും തേക്കാതെ ഞാൻ ഫോൺ കുത്തിയിട്ട് 10% ചാർജായപ്പോഴത്തേക്കും കറണ്ട് പോയി. പിന്നെ വന്നത് ദൈപ്പിളാണ് കേട്ടോ. ഇന്നലെയും ഇതുപോലെയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, കാറ്റും മഴയൊക്കെ ആയിരിക്കും. അപ്പം എന്താ പറയുക, ഫോണിലൊന്നും പകുതി സമയത്ത് ചാർജ് ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം എല്ലാവരുടെയും ലൈഫിലുണ്ടാകുന്ന പോലെ തന്നെ കുറേയേറെ പ്രശ്നങ്ങൾ, ചിലർക്കതൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും, ശരിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതുകൊണ്ടും നിങ്ങൾ ചോദിക്കുന്നു, നമ്മൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ എല്ലാം ചോദിക്കാം. ഉറപ്പായിട്ടും അതെ, ലൈഫിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. അതായത് ഇല്ല, 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ചിലരുടെ ലൈഫ് നമ്മൾ പുറമേ നോക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും, ഭയങ്കര സന്തോഷത്തിലായിരിക്കും അവർ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അവരൊരു വീഡിയോ ഒക്കെ ഇട്ടാലും നമ്മൾ അറിയുമ്പോഴാണോ, അയ്യോ ആ വീട്ടിൽ അവർക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർ ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയണത് തന്നെ കേട്ടോ. അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ആ കൊച്ചിൻ്റെ കാര്യമാണെങ്കിൽ, അത് ആവക്കുട്ടി ആ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിന് ഉമ്മ കൊടുക്കും കേട്ടോ. അതൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിന് അവന് ഉമ്മ കൊടുക്കും. ഉമ്മ കൊടുത്തിട്ട് ഉണ്ണിവാവോയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന അവസ്ഥകൾ. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഇതൊന്നും വെച്ച് നോക്കുമ്പോൾ ഒന്നുമേ അല്ല. അപ്പോൾ എന്നാലും ഉണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ. അപ്പോൾ അതെന്തായാലും കുറേയധികം ഇന്നലെ ഇന്നുമായിട്ട് ഞങ്ങൾ കുറേയധികം സഫർ ചെയ്തു. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വേറെ വരാം. അപ്പോൾ അതിൻ്റെ സമയം വേണം ആ വീഡിയോ ഒന്ന് ഇടാനായിട്ടും അത് നിങ്ങളോട് പറയാനായിട്ടും. ഓക്കെ, അപ്പം ബാക്കി പരിപാടികൾ എൻ്റെ പരിപാടികൾ ഇത്രയും ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ചെയ്തതാണ് ഇത്രയും. പക്ഷേ അതിൻ്റെ സൗണ്ട് കിട്ടിയില്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും പറയേണ്ടി വന്നു. അതുകൊണ്ട് ആദ്യം പറഞ്ഞ എന്താ, അവസാനം പറഞ്ഞ എന്താ, എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്യട്ടെ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചിപ്സ് ഉണ്ടാക്കണം, അതായത് വാഴയ്ക്ക വറക്കണം. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു വലിയ വാഴക്കൊല എനിക്ക് തന്നു വിട്ടു കേട്ടോ. അപ്പം ആ കൊല നമുക്ക് വറക്കണം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ ആണെങ്കിലും നല്ലതാണല്ലോ. അപ്പോൾ അത് ഒരുപാട് കഴിക്കുന്നത് കൊള്ളത്തില്ല, എന്നിരുന്നാലും കുട്ടിക്കൊക്കെ ഈ കറുമുറ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം എന്താ പറയുക, ഇത് ചെയ്ത് തീർത്തിട്ട് വേണം അടുത്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ അച്ചാച്ചൻ അവളുടെ കൂട്ടിപ്പോയി കിടക്കുകയാണ്. അവൾ കട്ടിലേക്ക് കിടത്തിയേക്കാണ് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇടി മുഴങ്ങുന്നുണ്ട്. ഇടി മുഴങ്ങുമ്പോൾ നമുക്ക് നിലത്ത് കിടത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കട്ടിലേക്ക് കിടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡിന് ഭയങ്കര ഹൈറ്റാണ്. ആ ബെഡിന് ഹൈറ്റായിട്ട് നല്ല അവൾക്ക് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുമല്ല ഓർക്കപ്പിച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇറങ്ങി പോരുന്ന വഴി ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അതുമല്ല നമ്മൾ അടുത്ത് കിടക്കുവാണെങ്കിൽ അവളൊന്ന് അനങ്ങുമ്പോൾ നമ്മൾ തട്ടി കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ ഉറങ്ങിക്കോളും. അപ്പോൾ അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്യട്ടെ. ഞാൻ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഓക്കെ, സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കാതെ കാരണം ഞാൻ പറയാത്ത കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ചെയ്യട്ടെ.
നമ്മുടെ ചിപ്സ് ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കറുമുറായിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല ഞാൻ ഉണ്ടാക്കിയിട്ട്. ചില സമയത്ത് നമുക്ക് ഈ കളറൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. മഞ്ഞ കളറിൻ്റെ സാധനത്തിൽ ചിലപ്പം കറുത്തൊക്കെ പോകും. അവിടെ നിന്ന് ഇതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ വരേണ്ടി വന്നു. കാരണം വരേണ്ടി വന്നതല്ല, ഇത് ഞങ്ങൾക്കൊരു തറവാട് പോലെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് ഇതിൽ അവൾ ഓടിപ്പാഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വാ, ഇവിടെ നില്ല അപ്പൂട്ടാ, നിൽക്ക് അവിടെ എല്ലാം വെള്ളം, അങ്ങോട്ട് പോ. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് വന്നു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള പരിപാടി തുണി മടക്കുക എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരു 1.5 ദിവസമൊക്കെ ഇട്ടിട്ടായിരിക്കും മടക്കുക. പക്ഷെ മടക്കി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര പെർഫെക്റ്റായിട്ട് മടക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ തുണിക്കടയിലൊക്കെ, ഞാൻ എന്നെ പുകഴ്ത്തല്ല, നമ്മുടെ ഈ തുണിക്കടയിലൊക്കെ നമ്മൾ തുണി മടക്കി വെച്ചേക്കുന്നത് കാണത്തില്ല, അതുപോലെ എനിക്ക് മടക്കി വെക്കണം കേട്ടോ. കാരണം അലമാര തുറക്കുമ്പോൾ നമുക്ക് ഒരു വാവ് എന്നുള്ളൊരു സംഭവം വരണം. കാരണം നമുക്കതിനകത്ത് ഇങ്ങനെ ഈ അളിഞ്ഞു കുഴഞ്ഞ് കിടക്കുന്ന ആ ഒരു സംഭവം എനിക്ക് പറ്റത്തേയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരുടെ ഡ്രസ്സായാലും എനിക്കതുപോലെ നീറ്റായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ മടക്കാൻ ഒത്തിരി സമയമൊക്കെ എനിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്ക് ഒരു ദിവസത്തെ തുണി ചിലപ്പോൾ അന്ന് മടക്കി വെക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതല്ല, കാരണം എനിക്ക് സമയം കിട്ടത്തില്ല. അതിൻ്റെ ഇടയിൽ ഓരോരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഞാനതിങ്ങനെ കംപ്ലീറ്റ് ആക്കാതെ വെക്കും. ഞാൻ സാധാരണ ഇത് പുറത്തിട്ട് തന്നെയാണ് മടക്കുന്നത്. അവിടെ തന്നെ ഉണങ്ങി അവിടെ നിന്ന് തന്നെ മടക്കിക്കൊണ്ട് വരും. ഇതിന് കട്ടിലിൽ കൂട്ടിയിടുന്ന ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഭയങ്കര തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തിരുന്ന് ഇങ്ങനെ സൗകര്യമായിട്ടിരുന്ന് മടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര തണുപ്പ് അത് ചെയ്യുമ്പോൾ എനിക്ക് ചുമയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നതാണ്. കട്ടിലെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് മടക്കി തീർക്കാതെ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. കാരണം ഇനി തുണി ഇങ്ങനെ കൂടി കിടക്കണമെന്ന് എനിക്കിഷ്ടമല്ല കട്ടിലല്ലേ. എനിക്കെന്നാൽ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ആയിരിക്കും എല്ലാവരുടെയും വീട്ടിലേക്ക് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ അത് ഈവൻ ഒരു തോർത്താണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര നീറ്റായിട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് മടക്കി വെക്കണം കേട്ടോ. അത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സമയത്തെന്ന് പറയുമ്പം അച്ചാച്ചനും ആ ഊട്ടിയും കിടന്ന് അച്ചാച്ചൻ ഉറങ്ങുമല്ല കേട്ടോ, ആ ഊട്ടിയുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ആ നേരത്താണ് മടക്കാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവളിത് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. അവൾ ഈ നിവർത്തി ഇത്രയും തുണി മടക്കാൻ കിടപ്പുണ്ടെങ്കിലും ഞാൻ ഈ മടക്കി വെച്ചേക്കുന്ന തുണിയെല്ലാം എടുത്ത് എറിഞ്ഞ് പെറുക്കി നാശമാക്കി അങ്ങനെയാണ് അവൾ ഇരിക്കുള്ളൂ. കാരണം എന്തോരം തുണി മടക്കാനുണ്ടെങ്കിലും അവളത് മൈൻഡ് പോലും ചെയ്തില്ല. മടക്കാനുള്ള തുണി നമുക്ക് വേണ്ട, മടക്കി വെച്ചേക്കുന്ന തുണി അപ്പുട്ടി മടക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് സംഭവം ഉണ്ടെങ്കിലും അങ്ങോട്ട് അപ്പുട്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് കൊളാക്കും കേട്ടോ. അപ്പോൾ അതാണ് അപ്പുട്ടിയുടെ ഒരു പരിപാടി. സംഭവം രസമാണെങ്കിലും നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് മടക്കിയത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. കാര്യം അവളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പുട്ടി ചെയ്യാമെന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ എന്നാലും അലങ്കോലാക്കിയിടുക കക്ഷി. അപ്പോൾ അവളെന്നല്ല, ഈ ഒരു പ്രായത്തിൽ കുഞ്ഞു മക്കളെല്ലാവരും അങ്ങനെയായിരിക്കും. പക്ഷേ ഇഷ്ടമാണ്, കളി ചിരിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു, രാത്രിയായി, കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ 2 പേരും, ഞങ്ങൾ 3 പേരും കുളിച്ചു കേട്ടോ. ഞാൻ അവളോട് പറയുകയാണ് ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റൊക്കെ പറ, നമുക്ക് പോയി കിടക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ആൾക്ക് ഉറക്കം വന്നാൽ അപ്പോഴും ഒരു വിരൽ വായിലുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.